ഡൊണാൾഡ് ട്രംപ് വേണമെങ്കിൽ സൈന്യത്തെ ഇറാനിലേക്ക് ഞാൻ അയക്കുന്നത് വേണമെങ്കിൽ ആലോചിക്കുന്നു പറയുന്നത് സത്യത്തിൽ ആത്മഹത്യാപരമാണ്. അമേരിക്ക അങ്ങനെ എങ്ങാനും ചെയ്താൽ ഇറാൻ യുദ്ധം കാൽഭാഗം ജയിച്ചു എന്ന് വേണം കരുതാൻ. കാരണം അവരുടെ ഇതിലേക്കാണ് വരുന്നത്, അവരുടെ ഭൂമികയിലേക്കാണ് അമേരിക്കൻ സൈന്യം ഇറങ്ങി ചെല്ലാൻ പോകുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അമേരിക്ക വിചാരിച്ചതുപോലെ ഇസ്രായേൽ വിചാരിച്ചതുപോലെ ഈ പരിപാടി നടക്കുന്നില്ല എന്നുള്ളത് ഇതിനോടകം വ്യക്തമാണ്. എന്ത് ചെയ്യും? രണ്ട് പ്രശ്നങ്ങൾ ഇവരുടെ മുമ്പിലുണ്ട്. ഒന്ന്, ഒക്ടോബറിൽ ഇസ്രായേൽ ഇലക്ഷൻ വരാൻ പോവാണ്. ബെഞ്ചമിൻ നെതന്യാഹു ഒരു വലിയ അഴിമതി കേസിൽ കോടതി നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയുമാണ്. ഈ രണ്ട് വിഷയങ്ങളും ഇതൊക്കെ കൊണ്ട് മറികടക്കാം എന്ന് അദ്ദേഹം കരുതുന്നുണ്ടാവാം. 2023 1000-ലധികം ഇസ്രായേലിൽ കൊല്ലപ്പെട്ട ആ സംഭവത്തിൻ്റെ കറ ഇതോടുകൂടി മാഞ്ഞു പോകും എന്നും ബെഞ്ചമിൻ നെതന്യാഹു വിചാരിക്കുന്നുണ്ടാവാം. പക്ഷേ ഈ ആക്രമണം പോലും അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള തീവ്ര വലതുപക്ഷത്തെ പോലും സമാധാനിപ്പിക്കുന്നില്ല. അടുത്ത ഇലക്ഷനിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കാര്യം വളരെ ബുദ്ധിമുട്ടാണെന്നാണ് ഇപ്പോഴും പറഞ്ഞു കേൾക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടിയുടെയും കാര്യം. മിഡ് ടേം ഇലക്ഷനിൽ കോൺഗ്രസിൽ അവിടെ സാധാരണ പ്രസിഡന്റിൻ്റെ പാർട്ടി തോക്കാറുണ്ട്. ഇത്തവണയും ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ട്രംപിൻ്റെ ജനപ്രീതി ഇടിയുകയും ചെയ്യുകയാണ്. എന്തെങ്കിലുമൊക്കെ ഉടനെ ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് വിഷയം. ഇതിനു മുമ്പ് നടന്ന പാളിപ്പോയ മറ്റ് രാജ്യങ്ങളിലെ അധികാര കൈമാറ്റത്തിനോ മറ്റ് രാജ്യങ്ങളെ തകർക്കാനുള്ള ശ്രമങ്ങളിലെല്ലാം സംഭവിച്ച പാളിച്ചകൾ തനിക്കുണ്ടായാൽ ആരാണ് ഡൊണാൾഡ് ട്രംപ് എന്നോർത്ത് നോക്കൂ. ഓരോ തവണയും അമേരിക്ക സിറിയയിലേക്കായാലും മറ്റു സ്ഥലങ്ങളിലേക്കായാലും യുദ്ധം തുടങ്ങി വയ്ക്കുമ്പോൾ ഇത് മണ്ടത്തരമാണെന്നും ഒരു കാരണവശാലും നമുക്ക് ആവശ്യമില്ലാതെ യുദ്ധം ഏറ്റെടുക്കരുത് എന്ന് പറഞ്ഞ ആളാണ് ട്രംപ്. ആ ട്രംപ് തന്നെയാണ് ഇപ്പോൾ ഈ പണി മുഴുവൻ ചെയ്യുന്നത്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞ വാക്ക് വിഴുങ്ങിയ ശേഷം ചെയ്ത കാര്യം അത് ഉടനെ ശരിയാവണം. ഒരു ലോങ് ടൈമിൽ ശരിയായാൽ പോരാ. അവിടെ തുടങ്ങി വെച്ച ആളുകൾക്ക് പോലും ഇതിനകത്തുനിന്ന് പിന്മാറാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ച് യുദ്ധം തുടങ്ങിയെങ്കിലും രണ്ടുപേരുടെയും ലക്ഷ്യങ്ങൾ രണ്ടാകാനും രണ്ടുപേരുടെയും ഇതിനകത്തുള്ള താല്പര്യങ്ങൾ രണ്ടാകാനും രണ്ടുപേർക്കും എത്ര കാലം ഈ യുദ്ധം തുടരണമെന്നതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായ വ്യത്യാസം പോലും വരാനുള്ള സാധ്യതയുണ്ട്. 12 ഡേ വാർ നടക്കുമ്പോൾ ആ യുദ്ധത്തിന് ശേഷം ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത് ഇറാൻ്റെ ആണവശേഷി മുഴുവൻ ഞങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞു, ഇനി അവർക്ക് ബോംബ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ എന്തിനാണ് യുദ്ധം ചെയ്തത് എന്നൊരു ചോദ്യമുണ്ട്. അതിനുണ്ടാക്കിയൊരു കഥയാണ് അധികാര കൈമാറ്റമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത്. അങ്ങനെ പറഞ്ഞതോടുകൂടി തന്നെ ഒരു 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 ഒപ്റ്റിക്സ് ലെവലിൽ കാര്യങ്ങൾ പാളുകയാണ്. അപ്പോൾ യുദ്ധം ജയിക്കണമെങ്കിൽ എന്താവണം? അധികാര കൈമാറ്റം ഉണ്ടാകണം. അല്ലെങ്കിൽ ട്രംപ് തന്നെ പ്രഖ്യാപിച്ച ഉദ്ദേശ ലക്ഷ്യം നടപ്പാകുന്നില്ല എന്നൊരു പ്രശ്നം കൂടെയുണ്ട്. ഇനി അധികാര കൈമാറ്റം നടക്കാൻ സാധിക്കുമോ? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതുപോലെ ഒരു സാധ്യതയുമില്ലാത്ത വിദൂര സ്വപ്നങ്ങളിൽ പോലും ഇറാനിൽ നിങ്ങൾക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ പോലും നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് സ്ഥിതി.